ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നലെ നമ്മൾ യൂട്യൂബിൽ ഗോൾഡിൻ്റെ അനാലിസിസ്, അതായത് ഡെയിലി ഫോർകാസ്റ്റ് ചെയ്തിട്ടിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, പുതിയതായിട്ട് യൂട്യൂബ് ചാനലിലേക്ക് വരുന്നവരാണെന്നുണ്ടെങ്കിൽ, അതായത് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ലെവൽസ് ഒന്ന് നിങ്ങളുടെ ചാർട്ടിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് കൺസെപ്റ്റാണോ അതിൻ്റെ കൂടെ ഈ ഒരു ലെവൽസ് കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് ഇടുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ആക്യുറസി എങ്ങനെയാണെന്ന്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റിസൾട്ട് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. റൈറ്റ്, നമ്മുടെ ഇന്നലത്തെ ഒരു അനാലിസിസ് പ്രകാരം നമ്മൾ ഏകദേശം ഒരു 12 മണി രാത്രിയായപ്പോഴാണ് ഞാനത് അപ്ഡേറ്റ് ചെയ്തത്. റൈറ്റ്, അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് നമ്മൾ ടോട്ടലി ഗോൾഡിൽ ബുള്ളിഷ് ആണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു സപ്പോർട്ട് സോണും ഒരു റെസിസ്റ്റൻസ് സോണും മാർക്കറ്റിൽ വരച്ചിരുന്നു. റൈറ്റ്, എന്നിട്ട് ഞാൻ പറഞ്ഞത് ഓക്കെ, ഇവിടെ ബയ്യേഴ്സിൻ്റെ അക്യുമുലേഷൻ നടക്കുന്നുണ്ട്, ഇവിടുന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് അപ്സൈഡിലേക്ക് പോകാനുള്ള സാധ്യതയാണ്. അതിൻ്റെ ഒരു ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 3280, പിന്നെ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ 3320 ഈ രണ്ട് ടാർഗറ്റ്സ് ആയിരുന്നു ഞാൻ ഇന്നലത്തെ കൊടുത്തിരുന്നത്. റൈറ്റ്, ഇന്നലെ യൂട്യൂബ് വീഡിയോയിൽ നമ്മൾ അനലൈസ് ചെയ്ത് ഇട്ടിരുന്നത്. റൈറ്റ്, രാവിലെ മാർക്കറ്റിലേക്ക് വന്ന സമയത്ത് മാർക്കറ്റ് എന്താണ്, ഗോൾഡ് ഒരു താഴത്തേക്ക് ഒരു സ്ട്രക്ചർ ഫോം ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, റൈറ്റ്, നമുക്ക് നമ്മളൊരു ഓവറോൾ അനാലിസിസ് ഒരു വീഡിയോ ആയിട്ട് ചെയ്താലും നമുക്ക് ലൈവ് അപ്ഡേറ്റ്സ് കൂടുതൽ വരുന്നത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലായിരിക്കും. അപ്പം ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ലൈവ് അപ്ഡേറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടെ ജോയിൻ ചെയ്ത് തന്നാലേ നിങ്ങൾക്ക് ആ ഒരു ഫോളോ അപ്പ് ത്രൂ കിട്ടത്തുള്ളൂ. റൈറ്റ്, അപ്പം ഇന്ന് ഡേറ്റ് മെയ് 20 ഒരു 8:32 8:30 ആയപ്പോൾ തന്നെ ഞാൻ രാവിലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യുന്നതായിട്ടാണ് ചാർട്ടിലൊരു ക്യാൻഡിൽ വന്ന് നിൽക്കുന്നത്. അതായത് ഈ ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നതായിട്ടാണ് ആ ഒരു പോയിന്റിലായപ്പോഴാണ് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് മാർക്കറ്റിലേക്ക് വന്നത്. റൈറ്റ്, അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ ഡേറ്റ പ്രകാരം ഇത് താഴത്തേക്കൊരു ട്രേഡ് നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഇനിഷ്യേറ്റ് ദിസ് ബിയറിഷ് സെറ്റപ്പ്, ഡേറ്റ നോട്ട് സപ്പോർട്ടിങ്. അതായത് ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് പോകാനുള്ള രീതിയിൽ എനിക്ക് യാതൊരുവിധ ഡേറ്റയും മാർക്കറ്റിൽ കാണാൻ പറ്റുന്നില്ല. സോ ഞാൻ താഴത്തേക്കും ഒരു ട്രേഡ് പൊസിഷൻ അല്ലെങ്കിൽ ഓപ്ഷൻസ് ഇന്നലെ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അതിന് ഞാൻ ടോട്ടലി ക്രോസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് രാവിലത്തെ അപ്ഡേഷൻ കൊടുത്തത്. അതായത് ഇവിടുന്ന് മാർക്കറ്റ് താഴത്തേക്ക് പോകാനുള്ള ചാൻസ് എനിക്ക് ഡേറ്റാ ബേസിൽ കാണുന്നില്ല. റൈറ്റ്, അപ്പം ആ ഒരു സെയിം പോയിന്റ് തന്നെയാണ്. റൈറ്റ്, അത് കഴിഞ്ഞപ്പോൾ എന്തായി, ആ ഒരു സെയിം പോയിന്റിൽ നിന്ന് നെക്സ്റ്റ് ക്യാൻഡിൽ ബുള്ളിഷ് ക്യാൻഡിൽ വന്നു. റൈറ്റ്, അപ്പം ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ അനാലിസിസ് ഇവിടുന്ന് അപ്സൈഡിലേക്ക് കൊടുത്തെങ്കിലും ഈ ഒരു പോയിന്റിലേക്ക് വരുമ്പം നമ്മുടെ ഇവിടുത്തെ വ്യൂ, അപ്സൈഡിലേക്കുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടോ ഇല്ലയോ, നമ്മൾ പ്രോപ്പറായിട്ട് ഗ്രൂപ്പിൽ അപ്ഡേറ്റ്സ് കൊടുത്തായിരുന്നു. ഇവിടെ വന്ന സമയത്ത് അതായത് ഈ ഒരു ടോട്ടൽ, അതായത് ഈ ഒരു റെഡ് ക്യാൻഡിൽ ഓൾമോസ്റ്റ് നിങ്ങളൊരു പ്രൈസ് ആക്ഷനോ ക്യാൻഡിൽ ബേസോ ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പറഞ്ഞാൽ ഇതെന്താണ്, ഒരു കണ്ടിന്യൂഷൻ ആണ്. 1 2 3 ഇത് നല്ല ബിയറിഷ് ക്യാൻഡിലാണ്. ഇത് എന്താണ്, ഓൾമോസ്റ്റ് ആ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഇത് ബ്രേക്ക് ചെയ്ത് പോകാം. ആ ഒരു സമയത്താണ് നമ്മൾ ഇവിടുന്ന് താഴത്തേക്ക് പോകാനുള്ള അനാലിസിസ് നമുക്കില്ല, അപ്സൈഡിലേക്ക് റിവേഴ്സിൽ. അതായത് കാരണം നമ്മൾ ടോട്ടലി ബുള്ളിഷ് ആയിരുന്നു. റൈറ്റ്, ആ ഒരു പോയിന്റിൽ നിന്നാണ് മാർക്കറ്റ് ടോട്ടലി റിവേഴ്സൽ ആയത്. അപ്പോൾ ഇവിടുന്ന് റിവേഴ്സൽ എടുക്കാനുള്ള എൻട്രി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. റൈറ്റ്, അപ്പോൾ നമ്മൾ SMC ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ SMC കൺസെപ്റ്റിൽ ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ഒരു സപ്പോർട്ട് സോണാണ്. റൈറ്റ്, അപ്പം എൻ്റെ ഒരു വ്യൂ ടോട്ടലി അപ്സൈഡാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിൽ എങ്ങനെ ഒരു ട്രേഡ് എടുക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഒരു ലോവർ ടൈം ഫ്രെയിമിലേക്ക് വന്നു. ഫസ്റ്റ് എനിക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇവിടുന്ന് ആ ഒരു റിവേഴ്സൽ വരുന്ന സമയത്ത് എന്താണ് എനിക്ക് ഫസ്റ്റ് വേണ്ടത്, നമ്മുടെ ഒരു കൺസെപ്റ്റ് പ്രകാരം നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഇതൊരു സപ്പോർട്ട് സോൺ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് വേണ്ടതാണ് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വരുന്നത് എപ്പോഴും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പോട് കൂടി വേണം വരാൻ. അതായത് ഇവിടുന്ന് ബയേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ടെന്നുള്ള പ്രോപ്പർ കൺഫർമേഷൻ നമുക്ക് കിട്ടണം. റൈറ്റ്, ഇവിടുന്ന് ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. റൈറ്റ്, അതോടൊപ്പം തന്നെ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ആവുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ഈ ലോവസ്റ്റ് പോയിന്റിൽ വരുന്ന ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇതിപ്പോൾ എന്തായിരിക്കും, ഇതാണിപ്പം മാർക്കറ്റിൽ റീസെൻ്റ് ആയിട്ട് ക്രിയേറ്റഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക്, അതായത് ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്. തിരിച്ച് മാർക്കറ്റ് സ്ട്രക്ചർ അതായത് തിരിച്ച് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കഴിഞ്ഞ് മാർക്കറ്റ് തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും ആ ഒരു ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്തിട്ട് വീണ്ടും എന്താണ്, നമുക്ക് ഇവിടെ പിന്നെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. റൈറ്റ്, അപ്പോൾ അതായത് മാർക്കറ്റ് ഓൾറെഡി എന്താണ്, ഡബിൾ OB സെറ്റപ്പ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. റൈറ്റ്,
ഇവിടുന്ന് മാർക്കറ്റിൻ്റെ ഒരു ഫസ്റ്റ് ടാർഗറ്റായിട്ട് കൊടുത്തിരുന്നത് 3227 എന്ന് പറയുന്ന ലെവലായിരുന്നു. സോ ഇവിടെ നമുക്ക് എന്താണ്, ഈ ഒരു ഓർഡർ ബ്ലോക്ക് കൺഫേം ആകുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യാം. ഇവിടുന്ന് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. നിങ്ങളുടെ എക്സൽ സേഫ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിന് താഴെയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ അഗ്രസീവായിട്ട് വെക്കേണ്ടവർക്ക് ഈ ഒരു റീസെൻ്റ് ആയിട്ട് വന്ന ഓർഡർ ബ്ലോക്ക് ഏതാണോ അതിൻ്റെ താഴത്തായിട്ട് ഇത്തിരി ബഫർ കൊടുത്തിട്ട് വെക്കാവുന്നതാണ്. ആ സെയിം നമ്മുടെ ഒരു ടാർഗറ്റ് 3227 ആയിരുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ രീതിക്ക് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് റെസിസ്റ്റൻസ് സോൺ, ആ റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അപ്പ് സൈഡിലുള്ള ടാർഗറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഏകദേശം നമ്മൾ പറഞ്ഞ രീതിക്കുള്ള നല്ലൊരു മൊമെൻ്റമാണ് ഗോൾഡിൽ വന്നിരിക്കുന്നത്. ഗോൾഡ് ഇനിയും അപ്പ് സൈഡിലെ ലെവൽസ് പെൻഡിങ് ആണ്. 3320 ഇപ്പം ഡേറ്റ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3320 എന്ന് പറയുന്ന ലെവൽ നമുക്ക് വരാം. അപ്പം ഞാനിതൊരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഒരു ഗോൾഡിൽ അനാലിസിസ് നമ്മൾ ചെയ്തിരുന്നു, അതിൻ്റെ ഒരു അപ്ഡേഷൻ എന്ന നിലയിൽ, അതായത് ഒരു ഫോളോ ത്രൂ എന്നുള്ള നിലയിലാണ്. ഓക്കെ, അനാലിസിസ് മാത്രം കൊടുത്താൽ പോരല്ലോ, അനാലിസിസ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കൂടെ റീചെക്ക് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ഒരു ചെറിയ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പം എനിക്ക് നിങ്ങളടുത്തുള്ള റിക്വസ്റ്റ് എന്ന് പറയുന്നത്, പ്രോപ്പറായിട്ട് ഒരു ട്രേഡർ ആകാൻ ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒക്കെ ഈ അനാലിസിസ് കാണുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ, ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുത്തേക്കാം, കമൻറ്റ് ബോക്സിലോ ഇല്ലെങ്കിൽ QR കോഡോ ഞാൻ കൊടുത്തേക്കാം. അപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ ഒരു ലൈവായിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ ട്രേഡും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. 3210 അടുത്ത് നമ്മൾ ട്രേഡ് എടുത്തിരുന്നു. അപ്പം ഇതാണ് ആ ട്രേഡ്, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓർഡർ ബ്ലോക്ക്. ഇവിടെ ടാപ്പ് ചെയ്ത സമയത്ത് ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഞാൻ അപ്പ് സൈഡിലേക്ക് ട്രേഡ് എടുത്തത്. ഓക്കെ, അപ്പം ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ലൈവായിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും, അതായത് മാർക്കറ്റിലെ സെൻറ്റിമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എപ്പോഴും ഒരു വീഡിയോ ചെയ്ത് ഇടാനെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു മീഡിയമാണ് ടെലിഗ്രാം. സോ അതിൽ കൂടെ നിങ്ങളൊന്ന് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ലൈവ് അപ്ഡേറ്റ്സും കാര്യങ്ങളും കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു.